ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പമായിട്ടൊരു മീൻ മുളകിട്ടത് റെഡിയാക്കിയാലോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൽമൺ ചേട്ടൻ്റെ ഒരു അളിയനായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന മീനാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാക്കി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ചൂടായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ഈ മീൻ കറിയിലേക്കൊക്കെ ഉലുവ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇത്തിരി കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇഞ്ചി ചേർക്കണില്ല, വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സബോള ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലും കൂടി ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി ഒഴികെയുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് കുടംപുളി 2 പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പുളിയുള്ള കുടംപുളിയാണ്, ഇതുകൊണ്ടാണ് ഇത്ര ചേർക്കണം കേട്ടോ. ഓരോരുത്തരും അവരുടെ അവിടെയുള്ള പുളിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കൂടുതലോ കുറവായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അധികം ഒന്ന് വാടാൻ നിൽക്കണ്ട. അത്യാവശ്യം കളർ മാറി വരും നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടീസ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുളകിട്ട് വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി അത്യാവശ്യം തന്നെ ഇടണം, എന്നാലാണ് അതിന് കട്ടിയും കൊഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി 2 ടീസ്പൂണൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണിൻ്റെ അളവിൽ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ അത്രയ്ക്കധികം എരിവ് യൂസ് ചെയ്യാത്ത കാരണം 1.5 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ കാശ്മീരി മുളക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറണ വരെ നമുക്കത് ഇളക്കി നന്നായി യോജിപ്പിക്കാം. അപ്പോൾ ഈ സബോളയും സാധനങ്ങളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സബോളയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി കൂടി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് നേരം. അപ്പോൾ നന്നായിട്ട് ഒന്ന് സ്മൂത്തായി കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സബോളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായി നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. എത്ര മീനനുസരിച്ച് അതിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. കൂടുതൽ വെള്ളം ചേർക്കണേക്കാട്ടും മീൻ എന്താ പറയുക മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ്, 1 ഗ്ലാസിൻ്റെ ഒക്കെ ഉള്ള വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ, 1.5 ഗ്ലാസിൻ്റെ ഒക്കെ അളവിൽ. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നിട്ട് ഞാൻ മീൻ ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ചേർക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഇത് തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇവിടെ ഇത് സാൽമൺ ട്രൗട്ട് എന്നാണ് പറയുക. മെയിൻ സാൽമൺ അല്ല, അതിൻ്റെ ഒരു അളിയനായിട്ട് വരും ആ മീനാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് വറക്കാനും അടിപൊളിയാണ്, കറി വെക്കുമ്പോഴായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ മുളകിട്ട് വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മീറ്റാണ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുവരെയ്ക്കും ഈ ഒരു മീൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഈ കറി ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റാണ്.
ഞാൻ ഈ ഒരു ടൈമിലാണ് ഉപ്പ് ചേർക്കണേ. നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് ചേർക്കണേ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ തവി വെച്ചിട്ട് ഇളക്കണേക്കാണ് നല്ലത്. ഒന്ന് ചിറ്റിച്ച് കൊടുക്കണമെന്നാണ് നല്ലത് കേട്ടോ ഒന്നും കൂടിയും. അപ്പോൾ നമ്മുടെ ഇത് ഫ്ലഷ് ഒന്നും അധികം പൊട്ടി പോകാണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണവരെ വെയിറ്റ് ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി ഒരു 10-15 മിനിറ്റിൽ അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ വെച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ വൈകിട്ടാകുമ്പോഴേക്കും അടിപൊളിയാണ്. അല്ലെങ്കിൽ വൈകിട്ട് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് സൂപ്പറായിട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.